ഹലോ മച്ചാമാരെ, നിങ്ങൾക്കെല്ലാവർക്കും കെ എൽ അലയൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വലയെറിയാൻ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ കുളമായ ചെങ്കൽ വലിയ കുളത്തിലാണ്. അപ്പോൾ ആദ്യത്തെ വലയ്ക്ക് തന്നെ നമുക്ക് ആദ്യത്തെ മീൻ കിട്ടിയിട്ടുണ്ട്. അതും ഒരു നല്ലൊരു സൈസ് വളർത്തു മീനാണ്. വാ, വളരെ മനോഹരമായിട്ടുള്ള വളർത്തു മീനാണ്. അവൻ്റെ കളി കണ്ടോ, കരയിൽ വീണപ്പോൾ മീനിൻ്റെ കളി കണ്ടോ. അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട്. പായലിൻ്റെ പുറത്താണ് അടുത്ത വല ഇറങ്ങി വെച്ചിട്ടുള്ളത്. വളരെ സാവധാനം തന്നെ വല വലിച്ചു കയറ്റുന്നതാണ്. ആ വലയിലും കിട്ടിയ ഒരു വളരെ മനോഹരമായ ഒരു പൂന്തി കണ്ടല്ലോ. വളരെ ഭംഗിയുള്ള ഒരു പൂന്തിയാണ് കിട്ടിയത്. അതിൻ്റെ ആ ഭംഗി കണ്ടോ, ആ വായും ബാക്കിയുള്ള ആ ഭംഗി തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഭംഗിയാണ്. അതിനെടുത്ത് നമ്മൾ ബക്കറ്റിട്ട് നമുക്കപ്പോൾ വളരെ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അടുത്ത വല എറിയുകയാണ്. വളരെ സൂക്ഷിച്ച് അടുത്ത വല എറിയുന്നതിൻ്റെ കാഴ്ചകൾ കാണാം. നല്ല രീതിക്കുള്ള അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട്. വലയെറിയൽ തുടരുകയാണ്. വളരെ മനോഹരമായിട്ട് തന്നെ വലയെറിയാണ്. വളരെ സാവധാനം വല വലിച്ചു കയറ്റുകയാണ്. വലയിൽ മീനുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഒരു വലിയ മീനാണെന്ന് തോന്നുന്നു. വലയിൽ നല്ല തട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ സാവധാനം വല വലിക്കുകയാണ്. പക്ഷേ ഞാൻ മീനൊന്നും കണ്ടിട്ടില്ല. ഒരു അയണി ഇല മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നാലും വളരെ സാവധാനം തന്നെയാണ് വല വലിക്കുന്നത്. മീൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പം തട്ടൊന്നുമില്ല, വല പൊപ്പിച്ച് മീൻ പോയി എന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷേ അല്ലെങ്കിൽ ഇതിന് മുന്നേ നമുക്കറിയാൻ സാധിക്കുമായിരുന്നു. കങ്കൂസ് വലയാണ്. വല പൊപ്പിച്ച് മീൻ പോയിട്ടുണ്ട്. നൈസ് ബേബി, നൈസ്. അത്രയും നല്ലൊരു സൈസ് മീൻ കിട്ടുമെന്ന് പ്രതീക്ഷ വളരെ ദുഃഖകരമായി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആ മീൻ രക്ഷപ്പെട്ടു പോയി. അടുത്ത വല എറിയുകയാണ്. അവിടെ തന്നെ ഒന്നുകൂടെ വല എറിഞ്ഞ് നോക്കാം. വെറുതെ ഇറങ്ങിയതാണ്, മീൻ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. വളരെ സാവധാനം തന്നെയാണ് വലിച്ചു കയറ്റുകയാണ്. നമുക്ക് കുളത്തിലെ കാഴ്ചകൾ അവസാനിപ്പിച്ച് കടലിലെ കാഴ്ചകളിലേക്ക് പോകാം. വളരെ വലിയൊരു കേരച്ചൂര, കേരച്ചൂരല്ല കേട്ടോ, നെയ്മീൻ ചൂര കിടക്കുന്നതിൻ്റെ കാഴ്ചകളുണ്ട്. ആ കാലും ആ വാലിൻ്റെ അത്രയുണ്ട് ആ കാല്. വളരെ വലിയൊരു ചൂര കണ്ടു. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ചൂര കാണാം. ചൂരമീൻ നമ്മൾ വിഴിഞ്ഞം കടപ്പുറത്തിലെ കാഴ്ചകളാണ്. ഇനി നമുക്കൊരു ഓലമീൻ കാണാം. ഓലമീനല്ല, ഒരു നെയ്മീൻ കൂടെ തന്നെയാണ്. നെയ്മീൻ ചൂരയാണ്, വലിയൊരു ചൂരയാണ്. അടുത്തൊരു ആൾ ഓലമീനും കൊണ്ടുപോകുന്നതിൻ്റെ കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കടലിൽ വലയടി തുടരാം. വളരെ മനോഹരമായിട്ട് നമുക്ക് ഇത്രയും മീനുകൾ കണ്ടപ്പോൾ നമ്മളും വിചാരിച്ചു നമുക്കും വലയെടുത്ത് അടിച്ചേക്കാമെന്ന്. അപ്പോൾ നമ്മൾ വലയടി തുടരുകയാണ്. ആദ്യത്തെ വലയിൽ തന്നെ നമുക്ക് സാൽമൺ കിട്ടിയിട്ടുണ്ട്. 2 സാൽമനാണ് കിട്ടിയത്. ഒത്തിരി സൈസുള്ള ഒരു സാൽമൺ തന്നെയാണ് കിട്ടിയത്. വീണ്ടും വലയടി തുടരുകയാണ്. തിരമാലകളെ പുൽകിയുള്ള വലയടിയാണ്. വലയടിച്ചിട്ട് തിരിഞ്ഞു നോക്കി, മീനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അടുത്ത വല വളരെ മനോഹരമായിട്ട് തന്നെയാണ് അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് അധികം സമയം തന്നെ വല എറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീരത്തെ പുൽകിയുള്ള മീൻപിടുത്തം തുടർന്നു കൊണ്ടിരിക്കുകയാണ്. സാവധാനം വല ഓരോന്നായി എറിയുകയാണ്. നല്ല വെള്ളം കലങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വലയടി തുടരുകയാണ്. ഇന്ന് നമുക്ക് പ്രതീക്ഷിച്ചെത്തിയിട്ടുള്ളത് മാലാവാണ്. നല്ല മാലാവിൻ്റെ ചാകര കിട്ടുമെന്നാണ്. പക്ഷേ തിര അതിശക്തമാണ്. തീരത്തെ തകർത്തുകൊണ്ടുള്ള തിരയടിയാണ്. നമ്മളിപ്പോൾ അഴിമുഖത്താണ് നിൽക്കുന്നത്. കണ്ടോ, ഈ ശക്തമായ തിരയിലും നമ്മൾ വലയടിക്കാൻ പോവുകയാണ്. അപ്പോൾ പയ്യെ കടലിലോട്ട് ഇറങ്ങിപ്പോയി അടുത്ത തിരയിലേക്ക് വലയടിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ നിന്ന് കിട്ടുന്നത് നിങ്ങൾക്കറിയാം, മാലാവാണ് നമ്മൾ പ്രധാനമായിട്ട് കിട്ടുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ചെമ്പല്ലി കൂടെ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം വെള്ളം ചെറിയ കലങ്ങളുണ്ട്. അപ്പോൾ ഈ തടങ്ങളിൽ വന്ന് ചെമ്പല്ലി നിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെമ്പല്ലിയുടെ ഇന്ന് പ്രതീക്ഷയുണ്ട്. വൈകുന്നേര സമയങ്ങളിലാണ് പ്രധാനമായിട്ടും ചെമ്പല്ലി ലഭിക്കുന്നത്. അപ്പോൾ ഈ വലയിൽ മീൻ എന്തെങ്കിലും ഉണ്ടോ? വളരെ സാവധാനം വല വലിച്ചു കയറ്റുകയാണ്. മീനില്ല എന്നത് തന്നെയാണ് പ്രതീക്ഷ. കാരണം അതാണ് അത്ര സാവധാനം വല വലിച്ചു കയറ്റുന്നത്. അടുത്ത വല എറിയുകയാണ് ഗെയ്സ്. വളരെ മനോഹരമായിട്ട് നീലാകാശത്തിലെ കാഴ്ചകൾ കണ്ട്, മങ്ങിയ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വലയടിക്കുകയാണ്. വലയടിയിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ശക്തമായ തിരയാണ്. മഴ കോളൊക്കെ മാറിയിട്ടുണ്ട്. അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട്. വലയെറിയൽ മാത്രം തുടരുകയാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ എന്തുമാത്രം വല ഇറങ്ങിയപ്പോഴാണ് മീൻ കിട്ടുന്നതെന്ന്? അപ്പോൾ ഇന്ന് അങ്ങനെയാണ് വീഡിയോ ഇട്ടത്. എല്ലാവരും ചോദിക്കും, നിങ്ങൾക്ക് എല്ലാ വലയ്ക്കും മീൻ കിട്ടുന്നില്ലേ? കണ്ടോ, അടുത്ത
ഇരുട്ടായിട്ടുണ്ട്, ഇരുട്ട് വീണിട്ടുണ്ട്. നമ്മൾ വലയടിച്ച് മീൻ കിട്ടി. അതൊരു ചെറിയ സൈസ് മാലാവാണ്. അടുത്തിത്തിരി വലിയൊരു സൈസ് മാലാവാണ് കിട്ടിയത്. അടുത്ത വലയ്ക്ക് ഒരു മാലാവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വലയടി തുടരുകയാണ്. രാത്രിയുള്ള വലയടിയാണ്. വല എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ നമുക്കിതിലും മാലാവ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു അത്യാവശ്യം സൈസുള്ളൊരു മാലാവാണ്. അടുത്ത വല എറിഞ്ഞു. അതിലെന്തോ നല്ലൊരു സൈസ് മീനുണ്ട്. മാലാവ് തന്നെ ആണ് പ്രതീക്ഷിക്കുന്നത്. മാലാവ് തന്നെ. 1 അല്ല 2 അല്ല 3 അല്ല, എത്ര എണ്ണം? 1. നല്ലൊരു സൈസ് മാലാവ്. കണ്ട മാലാവിൻ്റെ സൈസ് കണ്ടതോ? മാലാവല്ല കേട്ടോ, അത് തിരുതയാണ്. ആ വാലിൻ്റെ നീല കളർ കണ്ട, അതുകൊണ്ട് അത് തിരുതയാണ്. നല്ലൊരു സൈസുള്ള ഒരു തിരുത കിട്ടി. അപ്പോൾ അതും ഒരു അത്യാവശ്യം സൈസുള്ള തിരുതയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് തിരുതയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അതും തിരുതയാണ്. അടുത്ത വലയ്ക്ക് കയറിയതാണ്. അടുത്ത വലയ്ക്കും എന്ത് മീൻ കിട്ടിയിട്ടുണ്ട്. അതും തിരുത തന്നെയാണ്. രാത്രിയായപ്പോൾ മീൻ നല്ല രീതിക്ക് കയറുന്നുണ്ട്. എല്ലാ വലയിലും മീൻ കിട്ടുന്നുണ്ട്. അത് അത്യാവശ്യം സൈസുണ്ട്. കയ്യിൽ നിൽക്കുന്നില്ല. വീണ്ടും അതിനെ എടുത്ത് ചാക്കിലാക്കിയിട്ടുണ്ട്. അടുത്ത വല വലിച്ചു കയറ്റുകയാണ്. ചെമ്പല്ലി തന്നെ. എന്തോ മീനുണ്ട്, എന്താണെന്നറിയില്ല. ചെമ്പല്ലി നമ്മൾ പറഞ്ഞില്ലേ, ചെമ്പല്ലി വെള്ളം കലങ്ങലുള്ളത് കൊണ്ട് ചെമ്പല്ലി കയറാൻ സാധ്യത ഉണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ചെമ്പല്ലി കയറിയിട്ടുണ്ട്. ഒരെണ്ണം തന്നെയാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും ചെമ്പല്ലി കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷ. വളരെ സാവധാനം തന്നെയാണ്. അതിൻ്റെ പല്ലിൻ്റെ മൂർച്ച നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ചെമ്പല്ലി പിടിക്കുന്നവർക്കറിയാം. അത്രയും മൂർച്ചയുള്ള പല്ലുകൾ നിറഞ്ഞ ചെമ്പല്ലിയാണ്. വളരെ സാവധാനം വലയിൽ നിന്ന് കുടഞ്ഞ് പുറത്തിട്ടു. ഇനി ആ മീനിനെ എടുത്ത് നല്ല ബലപ്പിച്ച് പിടിച്ചിട്ടുണ്ട്. മീനിനെ എടുത്ത് ഇനി നമുക്ക് ചാക്കിലാക്കണം. പടയ്ക്കുന്നുണ്ട്. ഒരു സൈസുള്ള ചെമ്പല്ലി ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് എടുക്കാൻ ഒത്തിരി പാടുള്ളത്. അപ്പോൾ വീണ്ടും സാവധാനം എടുക്കുകയാണ്. വളരെ സാവധാനം തന്നെയാണ് മീനിനെ എടുത്ത് വീണ്ടും ചാക്കിൻ്റെ അകത്താക്കി. നമ്മളെ ചാക്കിൽ ചെമ്പല്ലി കിട്ടി. അടുത്ത വല അടിച്ച് വീണ്ടും ചെമ്പല്ലി കണ്ടോ, വീണ്ടും ചെമ്പല്ലി ആയിട്ടില്ലേ. വളരെ ഭംഗിയുള്ളൊരു ചെമ്പല്ലിയാണ് അടുത്തും കിട്ടിയത്. നമ്മളതിനെ വലിച്ച് കരയിലോട്ട് കയറ്റുകയാണ്. ചെമ്പല്ലി കിട്ടിത്തുടങ്ങി നമുക്ക് 3-4 ഒക്കെ കിട്ടും കേട്ടോ ചില ദിവസം. ഒരു നല്ല സൈസും അത്യാവശ്യം വിലയുള്ള മീനാണ്. നമുക്ക് ഇവിടെ കാളാഞ്ചി കിട്ടുന്നതിനേക്കാളും കൂടുതലായിട്ട് ചെമ്പല്ലിയാണ് കിട്ടുന്നത്. ഒരു ഫിഷർമാൻ്റെ നമ്മൾ മീൻ പിടിക്കുമ്പോൾ ഒരു ഇഷ്ടം കൂടുതലാണ് നമുക്ക് ഈ മീൻ പിടിക്കാൻ. അത്രയും ഭംഗിയുള്ളൊരു മീനാണ്. അതിൻ്റെ ഒരു പല്ലൊക്കെ ഉടക്കിയാണ് കിടക്കുന്നത്. മൂർച്ച നമുക്ക് ആദ്യം കിട്ടിയതിൻ്റെ അത്ര സൈസില്ല, കുറച്ച് ചെറിയ മീനാണ്. എന്നാലും അതിൻ്റെ ഭംഗി വളരെ മനോഹരമാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.